തല വരുന്നു. ചെറുതായിട്ട് സൂചിച്ചു, ചെറുതായിട്ട്. എല്ലാരും കൂടെ പറ്റുമോ? അപ്പോഴേക്കും അവന് കൺട്രോൾ ഇല്ല. ഓക്കെ, അവന് കൺട്രോൾ ഇല്ല. അവന് ഒരുപാട് തന്നെ സൂചിച്ചായിരുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവന് ഒരുപാട് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട്. അല്ല, കുഴപ്പമില്ല. കൺട്രോൾ വേണമെങ്കിൽ എന്റെ വിച്ചാടെ തന്നെ വേണം. അത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കപ്പാസിറ്റി. അതിന്റെ ഇതിനധികം കപ്പാസിറ്റി ഇല്ല. എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഇതെന്തു പറയുന്നത്? ചക്കയോ? വാവു, ഇത് പൊളിയില്ല ജാസ്മിനെ. നല്ല അടിപൊളിയാണല്ലോ. കപ്പയും മീൻകറിയാണത്. പൊളി. കൊതിപ്പിക്കല്ലേ തിണ്ടി. ഏടാ, ആ തലേന്ന് പരിപ്പ് മാറണില്ല. സോഡ വിളിച്ചറിട്ടെ. കുറെ നാൾക്ക് ശേഷം വറക്കെടുത്തിട്ടായിരിക്കും ലച്ചി. കുറെ നാളായാലും ഇങ്ങനെ ഒന്ന് സൂചിച്ചിട്ട്. ഈ വരുന്നവരൊക്കെ അവരുടെ കാര്യം നോക്കിയല്ലേ പോണേ, നമ്മുടെ കാര്യം നോക്കൂലല്ലോ. പക്ഷെ എന്ത് ഗ്ലാമുള്ള ചെക്കനെന്നറിയോ? എന്റെ ചുണ്ട് വരെ പൊട്ടിച്ച്. ഇതാ ചുണ്ട് വരെ കടിച്ചു പൊട്ടിച്ചു. വെള്ളം കുടിച്ചോട്ടെ. കഥ പറഞ്ഞ ഈ കഥ പൊക്കാണ്, നല്ല കഥയാ. കഥ ഞാൻ പറയില്ല. മീൻസ് ഓർഡർ വിളിച്ചറിയട്ടെ. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് കസ്റ്റമറാണ്. അവൻ എന്നെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. പക്ഷെ എനിക്കാണ് ഇങ്ങോട്ടെല്ലാം ഉമ്മ വെച്ച് എൻ്റെ കഴുത്തിൽ പാടുമെന്ന് നോക്കട്ടെ. ആദ്യം വന്നില്ലല്ലോ. ഇല്ല, അവൻ്റെ ഒന്നും ചെയ്യിപ്പിക്കില്ല. കസ്റ്റമറുടെ പേരൊന്നും പറയണ്ട, കഥ പറ. ആണോ? അത് ഞാൻ ഈ കസ്റ്റമർ കാര്യം പറയില്ല. അതെൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ കഥ എനിക്ക് ഉണ്ടാക്കി പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു പോകും. അതൊന്നും ഞാൻ പറയുന്നു. എനിക്കത് നുണ പറയാൻ അറിയില്ലടാ. ഇല്ല, ഞാൻ പറയണോ? എന്നെ ചിരിപ്പിക്കരുത്. ആ ചുണ്ട് പൊട്ടി തടിച്ചു. ഉണ്ടാക്കി പറയാം, ഉണ്ടാക്കിയല്ലേ ഉള്ളത് പറയും. ഞാൻ അവൻ്റെ കൂടെ ആദ്യം കാറിൽ കയറി കേട്ടോ. ഇന്നത്തെ കഥ കസ്റ്റമർ പേര് പറയത്തില്ല. ഞാൻ കാറിൽ കയറി. ഞാൻ ആദ്യം കാറിൽ കയറി. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, കുറെ കോള് വരുന്നതല്ലേ. ഞാൻ കാറിൽ കയറി, ഡോറ് ഒന്ന് ഫ്രണ്ട് ചെയ്തു. ഇടം തെണ്ടി നീയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. സുന്ദരനായിട്ടുണ്ടല്ലോ. അപ്പൊ ചോദിച്ചു, വൈഫ് മക്കളൊക്കെ അവിടെ? അതല്ലേ ഞാൻ വന്നത് വിജയനെ കാണാൻ. പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോയേക്കാം നാട്ടിലെന്ന് പറഞ്ഞു. ജമ്മു ഞാൻ കണ്ണു പിടിച്ചില്ല. ഇതേ കസ്റ്റമർ വന്ന് പോയി അവൻ്റെ കൂടെ പുതിയ പൊടിച്ചത് പൊട്ടിക്കാൻ പോകണുള്ളൂ. ഇതേ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നല്ല കുട്ടിയായില്ലേ, മദ്യം തൊട്ടിട്ടില്ല. എങ്ങനെയുണ്ട് ജമ്മു? ഞാൻ മദ്യം എടുത്തത് കളഞ്ഞു. ഞാൻ ആശുപത്രി ചോദിച്ചു നോക്ക്. ആശുപത്രി ഞാൻ മദ്യം കളഞ്ഞിട്ടല്ലേ പോയത്? ഞാൻ കുടിച്ചില്ല. ആ കുപ്പിപ്പാട കളഞ്ഞു. കസ്റ്റമർ വന്ന് പോയിട്ട് കുടിക്കാന്ന് വെച്ചു. കസ്റ്റമർ കൂടെ പോയി സാധനം മേടിച്ച് സ്പോട്ടിൽ വന്ന് അവൻ പോയി. അവൻ ഞായറാഴ്ച ചെയ്തോളൂ. ഞാൻ അങ്ങനെയാണ് ചുമ്മാ, മനസ്സിലായോ? എൻ്റെ ആശുപത്രി ചോദിച്ചു നോക്ക്. ഞാൻ കഥ അറിയോ? കേട്ടിരിക്കും, കേക്ക്. നല്ല എനിക്ക് അറിയില്ലായിരുന്നു ജമ്മു അവനായിരുന്നു. ഇത് ഞാൻ വണ്ടി കയറി. എനിക്ക് അങ്ങ് അതിശയം പോയി. കുറെ നാളുകൊണ്ട് വരുന്നതല്ലേ. ഞാൻ ചോദിച്ചു കണ്ണൊക്കെ, എനിക്ക് കണ്ണ് പറഞ്ഞു അവനെ കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു, നീ എന്നെ വിട്ടിട്ട് പോയതാന്ന് വിചാരിച്ചില്ല ചേച്ചി. വൈഫ് ഗർഭിണിയാണ്, വൈഫ് നാട്ടിലോട്ട് പോയേക്കാണ്. അപ്പം ഞാൻ 3 ദിവസം ദുബായിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ സാധനം വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുപ്പി വേണടാന്ന് പറഞ്ഞു. എവിടെ അടുത്ത് വന്നു. ഞങ്ങൾ കുറിച്ചുമാനി പോയി, എമ്മയിൽ പോയി. അപ്പം ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. കഥ കേട്ട് ഇന്നത്തെ കഥയാണ് സത്യം. എൻ്റെ മക്കളാണ് സത്യം. ഞാൻ പറയാൻ പോണ കഥ ഉള്ളതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവനോട് പറഞ്ഞു, ഞാൻ അൽമേയുടെ അവിടെ വണ്ടി നിർത്താം, നീ വരണ്ട, നിന്നെ ആൾക്കാരെ അറിയും, നീ ഒരു കാര്യം ചെയ്യും,
നീ വണ്ടിയിലിരുന്നോ, ഞാൻ പോയി സാധനം മേടിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഇവനോട് 3-4 പേര് പറഞ്ഞു സാധനം മേടിക്കാൻ. അപ്പം അതൊന്നും അവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ചെയ്യും, എനിക്ക് ബാലൻസ് മേടിക്കും, ഇതാണ് എൻ്റെ ഫേവറേറ്റ്, ഞാൻ കുടിക്കുന്നത്. ഇത് 90 രൂപ. ബാലൻസ് മേടിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ വിളിച്ചു, നിനക്ക് വേറെ ബാലൻസ് പറയുമ്പോൾ അന്ന് അത് മതിയിടാന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നി. എന്നിട്ട് അവൻ മേടിച്ചോണ്ട് വന്നു. പിന്നെ നിനക്ക് വേറെ സോഡ വേണം, സോഡ വേണ്ട. മേബിള് പറഞ്ഞ് തീർന്നു പോയി. മേബിളും അവിടെ ഉണ്ടായിരുന്നു, അവൻ ഞായറാഴ്ച കൊണ്ടുവരാന്നിട്ടാ ജെൻസൺ അവിടെ ഉണ്ടായിരുന്നു, തീർന്നു പോയത്ര. എന്നിട്ട് പിന്നെ എന്തിട്ട് വേണമെന്ന് വെച്ചു, ഞാൻ ഈ സാധനം എല്ലാം അവരോട് മേടിക്കാൻ പറഞ്ഞേ. നാളെ ജാസുത്ത ലേവി കാണിച്ചില്ല, ഒരു പ്ലം റെഡ് കളറ്, അവിടെ അത് കിട്ടിയില്ല, അത് തീർന്നു പോയി. ജേബിയും തീർന്നു, ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു. എന്നിട്ട് പിന്നെ ബാലൻസ്, ഞാൻ കഥ പറയാം, എൻ്റെ ഫേവറേറ്റ് വിസ്കി മേടിച്ചു 90 രൂപ. എന്നിട്ട് ഞാൻ ഇവനോട് ഇതെല്ലാം മേടിക്കാൻ പറഞ്ഞേ. ഇത് മറ്റേതാ, എനിക്കിത് ഇഷ്ടമല്ല, ഈ തക്കാളി പോലത്തെ സാധനം ഇത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മറ്റേ ചെറി മേടിക്കാനാ പറഞ്ഞത്, ഇങ്ങനെ പ്ലം കുഞ്ഞത് നാളെ ജാസത്ത് കഴിച്ചില്ല. അത് ഇത് ടൊമാറ്റോ തക്കാളി എനിക്കിത് ഇഷ്ടമല്ല. അവനറിയോ, അവൻ ഇത് മേടിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് സോഡ മേടിക്കാൻ പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് തോന്നുന്നു, കാരണം ഒരാളെ ബുദ്ധിമുട്ടി. ഇത് തക്കാളിയാണോ, ഇത് ചെറിയാണെന്ന് പറഞ്ഞു എനിക്ക് മേടിച്ചോന്നു. ഇത് കുഞ്ഞു തക്കാളി. പിന്നെന്ത്, അവനെ അറിയില്ലല്ലോ കണ്ടത്. ഞാൻ പറഞ്ഞു റെഡ് സാധനമാണെന്ന് അതും മേടിച്ചോണ്ട് തോന്നുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എന്നിട്ട് നേരെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി. ഞാൻ ഡ്രസ്സ് മാറി സാധനം ഇവിടെ കൊണ്ടുവച്ച് നേരെ ഷോപ്പിൽ പോയി. കാശൊക്കെ തന്നു കേട്ടോ. സാധനം നമുക്ക് വിസ്കി മേടിച്ചെന്തെങ്കിലും സാധനം മേടിച്ച് നമ്മുടെ എമൗണ്ട് നമുക്ക് തന്നു. അവൻ കള്ളു കുടിക്കാത്തവനാ, അവൻ കള്ളു കുടിക്കില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. എന്നിപ്പോൾ പൊട്ടിക്കാൻ പോണുള്ളൂ. എന്നിട്ട് എൻ്റെ പൊന്നും മോനെ, കുറേ നാളായില്ലേ കസ്റ്റമറെ കണ്ടിട്ട്. എൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ അല്ലേ. കാതൊക്കെ കുട്ടി നല്ല മീശൊക്കെ വിരിച്ച് നല്ല അടിപൊളി ചെക്കനായി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞിടം താടാന്ന് പറഞ്ഞു. അവനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കസ്റ്റമർ. അവൻ നല്ല സുന്ദരനാണ്. ഇന്ന് കിടക്കടാന്ന് പറഞ്ഞു. കിടന്നു വിട്ടാ ഡ്രസ്സും അതൊക്കെ ഊരി, ജീൻസൊക്കെ ഊരി, ഷൂ ഒക്കെ ഊരി അവൻ കിടന്നപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ലൊന്നുമില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ അവൻ്റെ മേധ പതുക്കെ കുറേ നാൾ കൊണ്ട് അവനെ കാണുന്നുണ്ട് സ്നേഹമൊന്നും വളരെയായിട്ട് കൂടി. ഞാൻ അങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ച് ഞെരിച്ച് അങ്ങനെ അപ്പല്ല നമുക്ക് വയസ്സായിട്ട് അങ്ങനെ. പക്ഷെ കുറെ നാളുകൊണ്ട് കാണുന്നോണ്ടാണെന്ന് അറിയില്ല ചേച്ചി, ഞാൻ അങ്ങ് കൊടുമുടിയിലെത്തി. ഞാൻ എങ്ങനെയാ പറയാ,